തൃപ്പൂണിത്തുറയിൽ ഇന്നലെ നാടിന് നടക്കിയ സ്ഫോടനം, ആ സ്ഫോടനത്തിന് ദൃക്സാക്ഷിയായിട്ടുള്ള സമീപത്തെ റേഷൻ കടയിലെ സേതുമാധവൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടൻ ഇന്നലെ എന്താണ് കണ്ട കാഴ്ച? ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഈ വാൻ ഇവിടെ വന്ന് അവിടെ പത്രം എടുക്കാൻ ചെല്ലുമ്പോൾ ഈ വാൻ കയറുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറ്റപ്പറ്റയാണ് കയറിയത്. ട്രാവലറാണ് വണ്ടി. അപ്പോൾ ഈ സാധനം കയറി തിരിയുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ തിരിഞ്ഞ് കയറുന്നതനുസരിച്ച് ഞാൻ ചെന്ന് നോക്കിയതാണ് അവിടെ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഡ്രൈവറും ഒക്കെ ഉണ്ട്. അവർ 10-12 പേരുണ്ടായിരുന്നു. അവരതിനകത്തോട്ട് കയറ്റിയിട്ട് ശീലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോരും ചെയ്യും. അപ്പോൾ അതിനകത്ത് ഗ്ലാസിൻ്റെ അകത്ത് കൂടെ നോക്കുമ്പോൾ സാധനങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാളും ഇരിപ്പുണ്ട്. അത് അവിടെ വന്നിട്ടെല്ലാം പോയി കാണണം. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടുതലായി കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ഇവിടെ ആ വഴിയിൽ ഞങ്ങൾ ഈ ചേച്ചി ഇരിക്കുന്ന ഞങ്ങളും മാത്രം ഇവിടെയുള്ളൂ. പിന്നെ ഈ വീട്ടിലെ ചേച്ചി പാവപ്പെട്ടവരാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഇവിടെ വന്നിട്ട് അവർ വന്ന് ഇതുമ്പോൾ റേഷൻ്റെ ഇത് ബില്ലടിക്കലും ഒറ്റ സ്ഫോടനം എന്ന് പറഞ്ഞ് ഇത് കണ്ടത് ഈ വശത്തെ കേബിൻ്റെ ഇത് ഈ പ്ലൈവുഡ് മൊത്തം ഈ കനമുള്ളത് മൊത്തം അടിച്ച് ചെറിയൊരു കുണ്ടുവന്ന് പൊട്ടണ പോലെയായിരുന്നു. ഇവിടെ ആകെ മൊത്തം ഗ്ലാസ് മുഴുവനും പോയി ചെതറി മൊത്തം നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കണത്. ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തം ഇന്നൊരു മതിലും എല്ലാം കൂടി ഒന്ന് അടിച്ച് പറഞ്ഞു പോകണ രംഗമാണ്. പിന്നെ നോക്കുമ്പോഴാണ് ഒരാൾ മതിലുമേ ചാരിയിരിപ്പുണ്ട്, ചോരയെ കുളിച്ച്. വേറെ ചെറുപ്പക്കാരൻ കിടന്ന് കരയാണ്, ചാവുകയെന്ന്. അത് കഴിഞ്ഞ് കുരുത്തത്തിന് ഇതിലാരും പോയില്ല. വേറൊരു സ്ത്രീയുണ്ട്, അവർക്കെന്തോ ചെവിടിനെന്തോ വെച്ചിട്ട് അവർ പോയി. ഈ വാൻ അതിൻ്റെ അത് കൊണ്ടുവന്നിട്ടിട്ട് അവിടെ നിന്ന് വെടിക്കെട്ട് വരെയെന്ന് അവിടെയുള്ള ആളുകൾ വന്ന് ഇറക്കാൻ കാത്തിരിക്കണായിരുന്നു. അത് വന്ന് അവർ വന്നിരുന്നെങ്കിൽ കൂടുതൽ ചെറുപ്പക്കാർ മരിച്ചുപോയി. മനസ്സിലായി? അത്രയും ഒരു എന്താ സ്ഫോടനം എന്ന് പറഞ്ഞ് ഇതാണ്. ഈ കാണുന്ന ഷട്ടർ വരെ പറഞ്ഞു പോയി. ഞങ്ങളെന്തിപ്പോൾ ഇതൊക്കെ പോകുമ്പോൾ അത്രയും ഭയങ്കര അതിശക്തിയുള്ള സ്ഫോടനം നടന്നത്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട്. പിന്നെ ഇവിടെ വന്ന് പൊട്ടിക്കഴിഞ്ഞ് ഇവിടെ വണ്ടിയിൽ ആരുമില്ല, ഇവിടെ ഒന്നും ആളുമില്ല. പിന്നീടാണ് ആൾക്കാർ വരുന്നത്. വന്ന് നാട്ടുകാരും പിന്നെ കുറേ തൊഴിലാളികൾ എല്ലാവരും അറിഞ്ഞ് അവരും വന്ന് ആളുകളെല്ലാം ആംബുലൻസ് വിളിച്ച് ഇതെല്ലാം വന്ന് ഫയർ സ്റ്റേഷൻ്റെ വണ്ടി വന്ന് ഇതെല്ലാം വിളിച്ചിട്ട് ഇവർ നാട്ടുകാരും ഈ തൊഴിലാളികൾ എല്ലാവരും കൂടിയാണ് വണ്ടി കയറ്റി എല്ലാവരും വെറ്റി. അത് രാഷ്ട്രീയ ഭേദമന്യാണ്ട് എല്ലാവരും ഓടിയെത്തി ഭയങ്കര സഹകരണമായിരുന്നു ഇതിലൂടെ. ഒരാൾ തെറിച്ച് വീഴുന്ന കണ്ടു, ഒരാൾ വീണ് കരയുന്ന കണ്ടു എന്ന് പറഞ്ഞല്ലോ. അവർക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. അവരാണോ ഈ മരിച്ചത്? അതേപോലെ ചോരയെ കുളിച്ച് അതും അവിടെ തന്നെ ഇരിക്കണായിരുന്നു. ആളെ പൊക്കിക്കൊണ്ടുവന്നാണ് ഇവിടെ വെച്ചത്. മറ്റേ പുള്ളീനെ വണ്ടി വന്നിട്ടില്ല, വണ്ടി വരണ്ട, ആംബുലൻസ് വരാനുണ്ട്. പിന്നെ 10-12 ആംബുലൻസ് വന്നു. പിന്നെ അപ്പോഴേക്കും നാട്ടുകാരായി, മുഴുവൻ നാട്ടുകാരായി. പിന്നെ രാഷ്ട്രീയ കക്ഷിഭേദവനെ എല്ലാവരും സഹകരിച്ചു. പിന്നെ തൊഴിലാളികളും ഉണ്ടായിരുന്നു, പണിയെടുക്കുന്നവരൊക്കെ വന്ന് അവരും എല്ലാം കയറി. അതറിയില്ല. ഡ്രൈവർ മരിച്ചു, ഡ്രൈവർ പോയി. ചെറുപ്പക്കാരനായിരുന്നു, കുറച്ച് 28 വയസ്സ് അങ്ങനെ കാണുന്നു. നല്ല ചെറുപ്പക്കാരനായിരുന്നു. പുള്ളി ആണ് ആദ്യം പോകണത്. ഇല്ല. ഇത് സിഗരറ്റ് വലിച്ചൊന്നുമല്ല. സിഗരറ്റ് വലിക്കാന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നവർ ഒരാളെ അടുപ്പിക്കുന്നില്ല. അതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് അവരുടെ ആൾക്കാർ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അല്ലാണ്ട് സ്പാർക്ക് അടിച്ചോ ഒന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സാധനങ്ങളൊന്നും അങ്ങനെ കൊണ്ടുവരാറില്ല മെയിനായിട്ട്. ഇന്നെന്തോ അവരിവിടെ കൊണ്ടുവന്ന് വൈകുന്നേരം സ്റ്റോക്ക് ഇറക്കിയിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തത്. പക്ഷേ എന്തോ കഷ്ടകാലത്തിന് ചൂടിൻ്റെ ഇതുകൊണ്ടാണ് മെയിനായിട്ട് പൊട്ടാൻ കാരണം തന്നെ. വേറെ ഒന്നും സ്പാർക്കോ ഒന്നും അടിച്ചിട്ടില്ല. സ്പാർക്ക് അടിക്കാനുള്ള സ്ഥലവും ഇല്ല ഇവിടെ. അത്രയും ഒരു ഇതിലാണ്. ഇതിൽ 2 പേര് പോയതും ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പോയി വന്നതിൽ എവിടെ അവരെ വിളിക്കാനോ എന്തിനോ പോയി. അത് കാരണം അവരും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നല്ലൊരു അപകടം. ഇതിപ്പോൾ 2 പേര് മരിച്ചു. അത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കമ്മിറ്റിയുടെ അവിടെ നിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ കൂടുതൽ ചെറുപ്പക്കാർ പോയത്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായത്. അതാണ് നേരിൽ കണ്ട കാഴ്ചയാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, കൂടുതൽ ആളുകൾ വരേണ്ടതായിരുന്നു. അവർ വന്നിട്ട് വേണ്ടിയിരുന്നു ആ പടക്കശകളൊക്കെ ഇറക്കേണ്ടിയിരുന്നത്. അങ്ങനെ കുറെ കൂടെ ആളുകൾ എത്തിയിരുന്നെങ്കിൽ അപകടത്തിന്റെ തോത് ഇതിലുമേറെ വർദ്ധിച്ചേനെ എന്നുള്ളതാണ് ദൃക്സാക്ഷി സേതുമാധവൻ നമ്മളോടൊപ്പം പറഞ്ഞത്.